അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇന്ന് നമ്മുടെ സോംബി സമ്മർ ഇവന്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ റിംഗ് ഇവന്റ് വന്നിട്ട് എല്ലാവർക്കും ഇന്ന് സ്പിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ മന്ത്ലി 95 ഡയമണ്ട് ഉണ്ടാകുന്നു എടുത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആവശ്യം വരും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. അതേപോലത്തെ സ്പിന്നിങ് വീഡിയോസും പിന്നെ അപ്ഡേറ്റ് അറിയിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ അടക്കിയ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ എക്സ്ചേഞ്ച് സ്റ്റോറിലേക്ക് പോയി നോക്കുക. അതിൽ കാണാൻ പറ്റും നമ്മുടെ പുതിയതായിട്ട് വന്ന സോംബി സാമുറായി പുതിയതായിട്ട് വന്ന സാമുറായി, പിന്നെ നമ്മുടെ സോംബി സാമുറായി രണ്ടും എടുക്കാൻ വേണ്ടി 300 ടോക്കണാണ് അവർ പറയണത്. ഒക്കെ നമ്മൾ പലരും പറഞ്ഞത് 400-500 ടോക്കൺസിലേക്ക് വരും നോക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കുറവിനാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ക്രിമിനൽ കുറേ വട്ടം എത്താൻ വന്നിട്ട് പോലും അവർ അത്രയും ടോക്കൺസ് അവർ കൂട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. 600 അവർ കൂട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സോംബി സാമുറായിക്ക് ഇത്രയും കുറവ് മേടിക്കണം മനസ്സിലായിട്ടില്ല. എന്തായാലും അത് ഭയങ്കര ലാഭകരമാണ്. അതായത് നമുക്ക് 20ൻ്റെ സ്പിൻ തന്നെ ഫസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് സ്പിന്നിൽ തന്നെ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു കറങ്ങി തിരിഞ്ഞ ഏതോ എത്ര കിട്ടി, 3 ടോക്കണാ. ഓക്കെ, 3 ടോക്കൺ നമ്മൾ 20ൻ്റെ സ്പിന്നിൽ കിട്ടി. ഇപ്പം നെക്സ്റ്റ് നമ്മൾ 90ൻ്റെ കടന്നിട്ടുണ്ട്. 90 എത്ര ടോക്കൺ കിട്ടി? 12 ടോക്കണാവും. അടിപൊളി ലാഭകരം. 12 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 90ൻ്റെ സ്പിന്നിൽ നെക്സ്റ്റ് നമ്മൾ 20ൻ്റെ സ്പിന്നിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 20, 90, 20, 90 അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയൊക്കെ. അപ്പം എന്താ ട്രിക്ക് എന്തെങ്കിലും മാർക്കറ്റിങ്ങിൽ വല്ലതും കിട്ടായിരിക്കാം. നമുക്ക് വീണ്ടും 3 ടോക്കൺ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ലാഭകരമാണ് കേട്ടോ. 2-3 സ്പിൻ കുറച്ചുകൂടി ലാഭകരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ 90 സ്പിന്നിലേക്ക് കടന്നിട്ടുണ്ട്. ബണ്ടിലെല്ലാം കിട്ടി. ഓക്കെ, ബണ്ടിൽ കിട്ടിയിട്ടില്ല. 7 ടോക്കൺ. അപ്പോൾ എന്തായാലും വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ വീണ്ടും കളി തുടങ്ങി. ഗരീനക്കാർ വീണ്ടും കളി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിന്നിങ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഞെക്കി പിടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞെക്കി പിടിക്കുമ്പോൾ വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ അതും ബഗ്ഗായിട്ട് ഇങ്ങനെ വർക്കാവാം. അപ്പോൾ ഒന്നിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം മാറും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം ടോക്കൺ കുറവാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി ലക്കിന് തന്നെ. നമുക്ക് എന്തായാലും ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ടോക്കൺ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഞെക്കി പിടിച്ച് വീണ്ടും നമ്മൾ 20ൻ്റെ സ്പിന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെണ്ണിൻ്റെ ബണ്ടിൽ കിട്ടിയാ? ഓ ഇല്ല, പെണ്ണിൻ്റെ ബണ്ടിൽ കിട്ടിയ പോലെ പെട്ടെന്ന് തോന്നിയിട്ടാ. പക്ഷെ പെണ്ണിൻ്റെ ബണ്ടിൽ കിട്ടിയില്ല. 20ൻ്റെ സ്പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലാഭമായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ല സന്തോഷമായേനെ. ബട്ട് ഇവർ 1 ടോക്കൺ 2 ടോക്കണൊക്കെയാണ് തരുന്നത്. ഓക്കെ, ഇപ്പോൾ 20ൻ്റെ സ്പിന്ന് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു 20 സ്പിന്നിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് 1 ടോക്കണാണ് കിട്ടിയത്. എന്തായാലും ഞെക്കി പിടിച്ച് 90ൻ്റെ സ്പിൻ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു. 90ൻ്റെ സ്പിന്നിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓ 15 ടോക്കൺ 10 ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ ആദ്യമായിട്ടാണ് 10 ടോക്കണൊക്കെ കിട്ടണത്. അതായത് കുറച്ച് നമുക്ക് ശേഷം. ഓക്കെ, അപ്പോൾ എന്തായാലും 10 ടോക്കൺ കിട്ടി വളരെ ലാഭം. 15 ടോക്കൺ ഒരു 90ൻ്റെ സ്പിന്നിൽ കിട്ടി. നെക്സ്റ്റ് സ്പിന്നിൽ 6 ടോക്കൺ. ഓക്കെ, നെക്സ്റ്റ് സ്പിന്നിൽ അവരെന്തായാലും അവനെ തനി സ്വഭാവം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 ടോക്കണാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സ്പിന്നിൽ കടന്നു നോക്കുക. നമ്മൾ പടപടാന്നിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. 20ൻ്റെ സ്പിന്നെ കുറച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അടുത്ത 90 സ്പിന്നെ സ്പീഡിൽ തന്നെ വേഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. സ്പീഡിൽ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്ന് പല ട്രിക്കും പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്ന പോലെ കുറേ നമ്മളിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എത്ര കിട്ടി? 12 ടോക്കൺ. ഒക്കെ ഇത് ലാഭകരമായ ഒരു സ്പിന്നിങ് ആയിരുന്നു. 12 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ സോംബി സാമുറായി ഇതൊക്കെ ഞെക്കി പിടിച്ചിട്ട് പിന്നെ ഗോൾഡ് റോയിൽ പോയിട്ട് ഒരു കറക്കിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ഇവൻറ്റ് പേജിലേക്ക് പോയിട്ട് ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചു. ഈ ഗോൾഡ് റോയിൽ ട്രിക്കും വർക്കാവുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ക്ലിയർ ക്യാച്ച് അടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്പിൻ ചെയ്തതിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത്രയും ഡയമണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇത്രയും കിട്ടുന്നതാണല്ലോ. അപ്പോൾ ക്ലിയർ ക്യാച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ക്ലിയർ ക്യാച്ച് നമ്മൾ അടിക്കുന്നില്ല. സെർവറൊന്നും ഇതുപോലെ കുഴപ്പിച്ചിട്ടൊക്കെ അങ്ങോട്ടും കണ്ടിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഇവൻറ്റ് പേജിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു 90ൻ്റെ സ്പിൻ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കാണാൻ പറ്റും 6 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ട്രിക്കൊന്നും വർക്കായിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സ്പിന്നിങ് ചെയ്തിട്ടുണ്ട്. 90ലേക്കാണ് കിടക്കുന്നത്. 90ൻ്റെ സ്പിന്ന് ചെയ്ത് നമ്മുടെ ഡയമണ്ടൊക്കെ കാലിയായിട്ടുണ്ട്. നോക്കുക, അപ്പോൾ എന്തായാലും 6 ടോക്കൺസാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തൊരു 20ൻ്റെ സ്പിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കുക, അപ്പോൾ എന്തായാലും 20ൻ്റെ സ്പിന്ന് ചെയ്യുമ്പോൾ ഇതിലും കിട്ടിയ ലക്കിന് ബാക്കിയായിരിക്കും. അപ്പോൾ എന്തായാലും അതിന് 2 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മളിൽ ടോക്കൺ 386 ആയിട്ടുണ്ട്. അതിൽ ഇനി ഡയമണ്ട് പൊട്ടിക്കണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്നാലും ഇത്രയും ഡയമണ്ട് പൊട്ടിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി ഡയമണ്ട് എടുത്ത് വേസ്റ്റേക്ക് കളയണ്ട. 300 ടോക്കൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നല്ല അടിപൊളി സാമുറായിന് എടുക്കാൻ പറ്റും. അതിൻ്റെ ഹെഡ് അടിപൊളിയാണ്. നോക്കുക, എന്നാലും നമ്മൾ പുതിയതായിട്ട് വന്ന സാമുറായും കൊള്ളാം. ഒക്കെ അത് രണ്ടും വളരെ ഫേവറേറ്റ് ആണ്. ബട്ട് നമുക്ക് സോംബി സാമുറായി വെച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചുകൂടി ലെജൻഡറി ബണ്ടിലൊക്കെ ലെജൻഡറി ലുക്കൊക്കെ ഉള്ള ബണ്ടലാണ്. എന്തായാലും എത്ര വട്ടം റിട്ടേൺ വന്നാൽ ഈ സോംബി സാമുറായിയുടെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കൂട്ടെ. അപ്പോൾ എന്തായാലും സോംബി സാമുറായിക്ക് എടുക്കാച്ച ലുക്ക് തന്നെയാണ്. അതിൻ്റെ ഹെഡൊക്കെ ഇട്ട് വേറെ ബണ്ടസൊക്കെ വെച്ച് കളിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ക്ലെയിം ചെയ്തെടുത്തിട്ട് നമുക്ക് സ്പിന്നിൽ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ലക്ക് കുറച്ച് കുറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ അടുത്തുള്ള ലക്കൊക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നെ ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ട്. ഡ്രസ് കളക്ഷൻസിൽ പോയിട്ട് ബണ്ടൽ അങ്ങോട്ട് നോക്കി നോക്കാം. അപ്പോൾ എൻ്റെ ടോപ്പ് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ഹെഡ്
ഹെഡും കൂടി വെച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് മൊത്തം ഡിലേറ്റ് ആയി കളഞ്ഞിട്ട് നമ്മുടെ ഡാറ്റ മൊത്തം ഡിലേറ്റ് ആയി പോയി. അതുകൊണ്ട് നമുക്ക് ഡ്രസ്സൊന്നും ഡൗൺലോഡ് ആക്കണം. മൊത്തം ഇനി കാണാൻ പറ്റില്ല. മൊത്തം ഇത് ആദ്യം തന്നെ ഡൗൺലോഡ് ആക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ എന്നിട്ട് പറയുക ബണ്ണിയുടെ ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെരുപ്പും പിന്നെ ജാസ് പാൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ലുക്ക് കിട്ടണത്. പിന്നെ നമ്മുടെ MP40 ഒക്കെ പൊക്കർ MP40 കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലും ഉണ്ടാവും ലുക്ക്. ഓക്കെ, എന്തായാലും നൈസായിട്ടുണ്ടല്ലോ കാണാനായിട്ട്. ഓ, ഹെഡ് നമ്മുടെ ബണ്ണിയുടെ ഇതും പിന്നെ നമ്മുടെ ഹെഡ് സോംബി സാമുറായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ലുക്കായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കാണാൻ എങ്ങനെ ഉണ്ടാവും. ഓക്കെ, ലെജൻഡറി ലുക്ക് തന്നെയാണ്. ഇതൊക്കെ പണ്ടത്തെ ഓൾഡ് പ്ലേയേഴ്സിനൊക്കെ അറിയാം. ഓക്കെ, 2024 ടൈമിലാണല്ലോ ഈ ബണ്ണി വന്നത്. അതിനേക്കാൾ മുമ്പ് നമ്മുടെ മറ്റേ എന്താ പറയുക ബ്ലൂ ബണ്ണിയും ഈ ഒരു ഹെഡൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. എന്തായാലും സോംബി സാമുറായിയുടെ ഡ്രസ്സ് ബണ്ടിലിൻ്റെ ടോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കാണാനായിട്ട്. ലുക്ക് എന്തായാലും നൈസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ കാണാൻ പറ്റും ഇതേപോലെയൊക്കെയാണ് ലുക്ക്. ഇപ്പോൾ എന്തായാലും അടിപൊളി ഒരു ബണ്ടിലാണല്ലോ. നമ്മുടെ ഹെഡിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു ബണ്ടിന് ഇപ്പോഴും. ആരെങ്കിലുമൊക്കെ സ്പിൻ ചെയ്യാൻ പോകണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ സ്പിൻ ചെയ്യാൻ പോകണ്ടെങ്കിൽ ഈ വീഡിയോ നയിച്ചു കൊടുത്തിട്ടും പലരുടെ സ്പിന്നിങ് വീഡിയോ കണ്ടിട്ടും ലക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവരുടെയൊക്കെ ലക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്പിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചാടി കയറുന്ന സ്പിൻ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വരാം. ഓക്കെ, ബൈ.